ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിംഗ് സീരിയൽ. ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 22 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാൻ്റെ സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിംഗ് സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രശസ്ത സിനിമാ താരം അജു വർഗീസ് സിദ്ധാർത്ഥിൻ്റെ ഓഫീസാണോ അത് സുമിത്രയുടെ ഷോപ്പാണോ ഉദ്ഘാടനം ചെയ്തതെന്നാണ്. ഒട്ടും സംശയം വേണ്ട, സുമിത്രയുടെ ഷോപ്പ് തന്നെയാണ് താരം ഉദ്ഘാടനം ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അനിരുദ്ധിനെ ഫോണിൽ വിളിച്ച ശേഷം അനന്യ ശ്രീകുമാറിനോടും പ്രതീഷിനോടുമായി തന്റെ വിഷമം പങ്കുവയ്ക്കുന്നു. ഓഫീസ് ഉദ്ഘാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സിദ്ധാർത്ഥം വേദികയും അജു വർഗീസിനെ കാത്തിരിക്കുകയാണെന്നും താരം ഓഫീസ് ഉദ്ഘാടനത്തിന് തന്നെ എത്തുമെന്നും അനിരുദ്ധ് പറഞ്ഞതായി അനന്യ പറയുമ്പോൾ, സുമിത്രയുടെ കട ഉദ്ഘാടനത്തിന് താരം എത്തുമെന്ന പ്രതീക്ഷ തനിക്കുമില്ല എന്ന് ശ്രീകുമാറും പറയുന്നു. ഇവരുടെ സംഭാഷണം കേട്ടുവരുന്ന സുമിത്ര ബോധരഹിതയാവുന്നു. മറ്റുള്ളവർ ചുറ്റും കൂടി സുമിത്രയെ ആശ്വസിപ്പിക്കുന്നു. ഇതേ സമയം സിദ്ധാർത്ഥിന്റെ ഓഫീസിലും എല്ലാവരും താരത്തെ സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കുകയായിരുന്നു. സർസിയമ്മയും ശരണ്യയും അനിരുദ്ധും ശീതളും സിദ്ധാർത്ഥും വേദികയും എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഇതേ സമയം ഓഫീസിന്റെ ചീഫ് സെക്രട്ടറി വരികയും സിദ്ധാർത്ഥം വേദികയും ആർഭാടമായി തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുകയും ചെയ്യുന്നു. പ്രശസ്ത താരത്തിന്റെ ഫ്ലെക്സും ഓഫീസ് ഇനാഗ്രേഷന്റെ ഒരുക്കങ്ങളും കണ്ട ചീഫ് സെക്രട്ടറി സിദ്ധാർത്ഥിനെ അഭിനന്ദിച്ചു. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് അജു വർഗീസ് എന്നും അദ്ദേഹത്തെ തന്നെ ഇനാഗ്രേഷന് കൊണ്ടുവന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിക്കുന്നു. ശേഷം കാണിക്കുന്നത് താരം തന്റെ പുത്തൻ BMW കാറിൽ ഇനാഗ്രേഷന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. താരം ഇടയ്ക്കിടയ്ക്ക് ഇനാഗ്രേഷന് തന്നെയല്ലേ പോകുന്നതെന്ന് മാനേജറിനോട് ചോദിക്കുന്നുമുണ്ട്. അതെ സർ എന്ന് അദ്ദേഹം മറുപടിയും പറയുന്നുണ്ട്. എന്നാൽ സമയം അടുത്തെത്തിയതുകൊണ്ട് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് വേദിക മാനേജറിനെ ഫോണിൽ വിളിക്കുകയാണ്. മാനേജർ കോൾ അറ്റൻഡ് ചെയ്ത് കൃത്യം 11 മണിക്ക് തന്നെ സാർ എത്തുമെന്ന്, നിങ്ങളുടെ ഓഫീസ് സാറ് തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നും പറയുന്നു. താരം മാനേജറിനോട് സുമിത്രാസ് എന്ന ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് താൻ ഏറ്റതെന്നും വണ്ടി അങ്ങോട്ട് തിരിക്കാനും ആവശ്യപ്പെടുന്നതനുസരിച്ച് വണ്ടി ഷോപ്പിലേക്ക് തിരിക്കുന്നു. ഇതേസമയം സുമിത്രാസിൽ എല്ലാവരും ആകെ കൺഫ്യൂഷനിലാണ്. അജു വർഗീസ് വരില്ല എന്ന് തന്നെയായിരുന്നു പലരുടെയും മനസ്സിൽ. ശ്രീകുമാറും പ്രതീഷും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് നമ്മുടെ സ്വന്തം താരം അജു വർഗീസിന്റെ BMW കാർ വന്ന് നിൽക്കുന്നു. ശ്രീകുമാറും പ്രതീഷും വിശ്വസിക്കാനാകാതെ നോക്കി നിൽക്കുന്നു. ഇതേ സമയം നമ്മുടെ പ്രശസ്ത താരം കാറിൽ നിന്നും പുറത്തു വരുന്നു. മേളയും സ്വീകരണവും തുടർന്നു. താരത്തെ പ്രതീഷും ശ്രീകുമാറും അച്ഛനും കൂടി അകത്തേക്ക് സ്വീകരിക്കുന്നു. എന്നാൽ താരം ആദ്യം അന്വേഷിക്കുന്നത് സുമിത്രയായിരുന്നു. താരം അകത്തേക്ക് കടക്കുമ്പോൾ താരത്തെ കാണുന്ന സുമിത്ര ഉൾപ്പെടെയുള്ളവർക്ക് അമിതമായ സന്തോഷം ഉണ്ടാകുന്നു. ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന സുമിത്രയെ കാണിച്ച് താരത്തിന്റെ മാനേജർ, ഇതാണ് ഈ ഷോപ്പിന്റെ ഓണർ സുമിത്ര മറ്റേതോ ലോകത്തായിരുന്നു. താരം സുമിത്രയെ പരിചയപ്പെടുന്നു. സുമിത്രേച്ചിയെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ കണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് താരത്തെ എല്ലാവരും ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് താരത്തെ ശ്രീകുമാർ 2 വാക്ക് സംസാരിക്കാൻ നിർബന്ധിക്കുന്നു. ഇതേസമയം സിദ്ധാർത്ഥിന്റെ ഓഫീസിൽ എല്ലാവരും ടെൻഷനിലാണ്. ചീഫ് സെക്രട്ടറി ആകെ ദേഷ്യത്തിലുമാണ്. ഉദ്ഘാടന സമയം കഴിഞ്ഞിട്ടും താരം എത്താത്തതിനെ ചൊല്ലി എല്ലാവരും പരസ്പരം പിറുപിറുക്കുന്നുണ്ടായിരുന്നു. സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തുടങ്ങി. അജു വർഗീസ് എത്തിയില്ലെങ്കിൽ സിദ്ധാർത്ഥൻ സാറിന്റെയും വേദിക മാമിന്റെയും ജോലിയെ അത് ബാധിക്കും. സ്വന്തമായി എല്ലാം തീരുമാനിച്ച് ചെയ്തതല്ലേ, അനുഭവിക്കട്ടെ, നമുക്കൊന്നും പറയാൻ പോണ്ട. അജു വർഗീസ് വരാത്തതിനെ തുടർന്ന് വേദികയും സിദ്ധാർത്ഥും പുറത്ത് അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നിടത്തേക്ക് RK വരുന്നു. RK സിദ്ധാർത്ഥിനോടായി, അജു സാർ വരില്ലേ സർ? ചീഫ് സെക്രട്ടറി സർ ആകെ ദേഷ്യത്തിലാണ്. എന്നോട് പല പ്രാവശ്യം ചോദിച്ചു, സമയം കഴിഞ്ഞിട്ടും താരം എത്തിയില്ലല്ലോ എന്ന്. ഞാൻ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ഇനിയും വൈകിയാൽ പ്രശ്നമാകും. RK ചീഫ് സെക്രട്ടറി വിളിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും അവിടുന്ന് പോകുന്നു. സിദ്ധാർത്ഥിന്റെയും വേദികയുടെയും അടുത്തായി കുടുംബാംഗങ്ങളും വരുന്നു. സരസിയമ്മ അനിരുദ്ധിനോടായി, ഇനി താരം സുമിത്രയുടെ കട ഉദ്ഘാടനം ചെയ്യാൻ പോയി കാണുമോ? എങ്ങനെയാ ഒന്നറിയുക? മോനെ അനി, നീ അനുവിനെ ഒന്ന് വിളിച്ചു ചോദിക്ക്. എന്നാൽ അനിരുദ്ധ് അതിന് തയ്യാറാകുന്നില്ല. ശരണ്യ ശ്രീകുമാറിനെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞെന്നും താരം ഇപ്പോൾ പ്രസംഗിക്കുകയാണെന്നും പറയുന്നു. താരത്തിന്റെ പ്രസംഗം ശരണ്യെ കേൾപ്പിക്കാൻ ശ്രീകുമാർ സ്പീക്കർ ഓൺ ആക്കുന്നു. അദ്ദേഹം സുമിത്രയെ കുറിച്ചാണ് പറയുന്നത്. ഒരു നാട് ഭരിക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്തമാണ് വീട് ഭരിക്കുവാനെന്നും, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ മറന്ന ഒരു വീട്ടമ്മയാണ് സുമിത്രയെന്നും, വീട്ടിലെ ഓരോ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുമ്പോഴും കുത്തുവാക്കും കുറ്റപ്പെടുത്തലും പ്രതിഫലമായി കിട്ടിയപ്പോഴും കഴിവില്ലാത്തവളെന്ന് അടിച്ചു താഴ്ത്തിയപ്പോഴും സുമിത്രേച്ചിയെ പോലെ തളരാതെ ഉയർന്നു വരണം ഓരോ വീട്ടമ്മമാരും. സുമിത്രേച്ചി ഓരോ വീട്ടമ്മമാർക്കും പ്രചോദനമാണ്.
ശേഷം സുമിത്രയെ 2 വാക്ക് സംസാരിക്കുവാൻ അജു വർഗീസ് ക്ഷണിക്കുന്നു. ഇതേസമയം ഇതെല്ലാം ശരണ്യയുടെ ഫോണിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് ശരണ്യയുടെ ഫോൺ കട്ട് ചെയ്യുന്നു. വേദികയും സരസ്യമ്മയും ശരണ്യയെ അനിയെ ആകെ നാണം കെട്ട് തന്നെ നിൽക്കുന്നു. ഇതേസമയം സുമിത്ര മയക്കിന് മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരി നിലീന കാരണമാണ് അജു സാറിനെ പോലെ ഒരു വലിയ താരം എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയത്. സുമിത്ര സംസാരം തുടർന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. വരും എപ്പിസോഡുകളിൽ സിദ്ധാർത്ഥിൻ്റെ ഓഫീസ് താരം ലേറ്റായി എങ്കിലും ഉദ്ഘാടനം ചെയ്യുമോ, അതോ സിദ്ധാർത്ഥിൻ്റെയും വേദികയുടെയും ജോലി പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.